ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന ഒരു സിംഗിൾ സ്റ്റോർ വീടിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ഈ കാണുന്ന വീട് നമുക്ക് പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രത്ത് മലയങ്കീഴിന് സമീപം അണപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ കാണുന്ന ഒരു സിംഗിൾ സ്റ്റോർ വീടാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ വീട് മലയങ്കീഴ് ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അണപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 13 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് ഈ ഒരു വീടിലോട്ട് വരുന്ന ദൂരം വരുന്നത്. പിന്നെ ഊരുട്ടമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്ററുമാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്കൊരു 45 ലക്ഷത്തിനകത്ത് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വീട്, ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫുള്ള് നോക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റേറ്റ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 4 സെൻറ്റിലാണ്, 1000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത്. 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് വാൾട്ടയിലൊക്കെ യൂസ് ചെയ്ത് കുറച്ച് ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും പിന്നെ സൈഡിലായിട്ട് ഒരു വാളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഇൻ്റർലോക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 2 കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. 2 ചെറിയ കാറൊക്കെ നമുക്ക് നന്നായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ വലിയ ഇനോവ പോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വണ്ടി സുഖമായിട്ട് അകത്ത് നിൽക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത്. പിന്നെ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനാണുള്ളത്. കണ്ടോ, അതിൻ്റെ ലുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് വർക്കെല്ലാം. പിന്നെ നമുക്കിവിടെ ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് ഈ വീടിൻ്റെ. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് 10x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ സൈഡിൽ വാൾ ടൈൽ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡോറ് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡോറാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. കണ്ടോ, ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. ഇപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു പ്ലേസാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കവിടെ വാളിൽ ഉണ്ടാവും ഒരു ഡിസൈനൊക്കെ കൊടുത്ത് നന്നായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്കിവിടുത്തെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയയും കൂടെ നമുക്ക് 22x12 ഡയമെൻഷനിലാണ് ഈ കാണുന്ന ലിവിങ് ഏരിയ ഡൈനിങ് വരുന്നത്. മുകളിൽ കണ്ട സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്താണ് നമുക്കിവിടെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോർഡ് വർക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഉണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ കബോർഡ്സും താഴെ വരുന്നുണ്ട്. ഇതാണ് TV യൂണിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് നമുക്കിവിടെ ഒരു പാർട്ടീഷൻ ചെയ്തുവാണെങ്കിൽ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഒരു വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ലൈറ്റും ഗ്ലാസും ബാക്കി നമ്മളെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്കിവിടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്താണ് നമുക്കിവിടെ കിച്ചൺ വരുന്നത്. കണ്ടോ, ഇതാണ് നമുക്കിവിടുത്തെ കിച്ചൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം തന്നെ ബോർഡ് വർക്കാണ് വരുന്നത്. ഒരു ബ്രൗൺ കളറ് പിന്നെ വൈറ്റ് പെയിൻറ്റിങ് കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൂടെ കിട്ടും. കണ്ടോ, കബോർഡ്സുകൾ ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിങ്ക് വരുന്നത്. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പവർ യൂണിറ്റ് ഇവിടെ 2-3 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ കിച്ചൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റോർ വീടിന് 3 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തും ഒന്ന് ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും ഒന്ന് മറ്റേ കിച്ചൻ്റെ സൈഡിലോട്ടാണ് 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ വിശേഷം കൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടു 2 വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ സൈഡിലായിട്ട് ഒരു ഡ്രോയിങ് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇത് ബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു മിററുണ്ട്, നല്ല
ലെങ്ത്തിന് ബോട്ടം വരെ വരുന്ന അപ്പോൾ നല്ല ലെങ്ത്തിനുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോർഡ് വർക്ക് വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 14x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിൽ ചെയ്തിട്ടുള്ളതാണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷവറും പിന്നെ ഇവിടെ ലൈറ്റും മിററും ബാക്കി എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത് 12x10 ഡയമെൻഷനിലാണ് ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡ്രോയിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്കൊരു വാർഡ്രോബ് അപ്പുറത്ത് അപ്പുറത്തെ റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വേറൊരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ്. അപ്പുറത്ത് നമ്മൾ കണ്ട സെയിം ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടെയിലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അവസാനമായിട്ട് അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം 10x10 ഡയമെൻഷനിലുള്ള ഒരു ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ 10x10 ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ വാളിലൊരു ബ്ലൂ കളർ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ആയിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ബെഡ്റൂമിൽ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ അതേ ടൈപ്പ് ടൈലാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഫിറ്റിങ്സും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി അതേപോലെ തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സിംഗിൾ സ്റ്റോർ വീടിൻ്റെ വിശേഷം വരുന്നത്. ഈ കാണുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 42 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കപ്പം ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളപ്പോൾ ലോണിനാണ് വീട് നോക്കുന്നതെങ്കിലും ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ലോണ് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടിയ വീടാണെങ്കിൽ ആവശ്യമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലേസ് എവിടെയാണ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നമ്മൾ തീർച്ചയായും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് തീർച്ചയായും നിങ്ങളെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.